ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഇത് നമ്മുടെ റിഡക്സ് ട്യൂട്ടോറിയലിൻ്റെ 5th ചാപ്റ്ററാണ്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഈ കോഡ്, നമ്മൾ എഴുതിയ റിഡക്സ് കോഡ് കുറച്ചും കൂടി എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് റിഡക്സ് തന്നെ ഒരു കമ്പൈൻ റെഡ്യൂസർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തരുന്നുണ്ട്, നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ റിഡക്സിൻ്റെ തന്നെ ആക്ഷൻ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഓക്കെ, സോ അത് ഒരുപാട് സ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. സോ അതുപോലെ തന്നെ നമ്മൾ റിഡക്സ് ടൂൾ കിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കൺസെപ്റ്റുകൾ ആ റിഡക്സ് ടൂൾ കിറ്റ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി സഹായിക്കും. ഓക്കെ, റിഡക്സ് ടൂൾ കിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നോക്കാം. സോ നമുക്കിപ്പോൾ കോഡിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇതുവരെ ചെയ്തൊരു കൗണ്ടറിൻ്റെ എക്സാമ്പിളാണ്. സോ നമ്മൾ ഈ രണ്ട് സ്ക്രീനിൽ കൊണ്ടുപോയിട്ടുണ്ട്, യൂസേജിലും സെറ്റിങ്സിലും രണ്ടും ഒരേ കൗണ്ടർ തന്നെയാണ്. സോ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിവിടെ കാണാം, ഇവിടെ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിവിടെ കാണാം, രണ്ടും ഒരേ കൗണ്ടർ തന്നെ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റിഡക്സിൽ സ്റ്റേറ്റിൽ ഒരൊറ്റ വാല്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് സിമ്പിളാണ്. സോ നമ്മുടെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു സ്റ്റേറ്റും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ കുറച്ചും കൂടി കോംപ്ലക്സ് ആവും ഈ സ്റ്റേറ്റ്, അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ പ്രൊജക്റ്റിനകത്ത് നമ്മളൊരു ഷോ ലേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെക്ക് ബോക്സ് ഉണ്ടായിരുന്നു. സോ അത് ഈ ലേബിൾസ് കാണിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു ചെക്ക് ബോക്സാണ്. അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ലേബിൾസൊക്കെ പോവും, അത് ചെക്ക് ചെയ്താൽ ലേബിൾസ് വരും. ഓക്കെ, സോ നമ്മളിത് കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതായത് നമ്മൾ ഹോം പേജിനകത്ത് ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഷോ ലേബിൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. എന്നിട്ട് അത് നമ്മൾ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ചിൽഡ്രനിലോട്ട് എല്ലാത്തിലോട്ടും നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കോണ്ടെക്സ്റ്റ് നമ്മളൊരു പാരൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ പാസ് ചെയ്യുന്ന വാല്യൂ അതിൻ്റെ ചൈൽഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ റിഡക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ റിഡക്സിലൊരു സ്റ്റേറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് എല്ലാ ചൈൽഡിലും കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് പാസ് ചെയ്ത സ്റ്റേറ്റ് നമുക്ക് റിഡക്സിലോട്ട് മാറ്റാം. സോ അതായത് റിഡക്സിൽ ഈ ഷോ ലേബിൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റും കൂടി ഇടാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഷോ ലേബിൾ എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഈ സെറ്റിങ്സിനകത്തോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ സെറ്റിങ്സിനകത്ത് ഈ കൗണ്ടറൊക്കെ എടുത്ത് കളയാം. സോ ഇതാണ് സെറ്റിങ്സിൻ്റെ സ്ക്രീന്. ഓക്കെ, സോ അതിനകത്ത് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് പാർട്ടൊക്കെ ഉണ്ട്. സോ അതൊക്കെ എടുത്ത് കളയാം. സോ നമുക്ക് എല്ലാം എടുത്ത് കളയാം. സോ ഇതെല്ലാം എടുത്ത് കളയാം. എന്നിട്ട് നമുക്കൊരു ഫങ്ഷണൽ കോമ്പൗണ്ട് ചെയ്തതിന് പകരം ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഹോം പേജിലെ ഈ ഷോ ലേബിൾ നമുക്ക് ഈ സെറ്റിങ്സിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മുടെ ഈ ഹോം പേജ് എടുക്കാം ആദ്യം. സോ അതിനകത്ത് ഇതാണ് ഇൻപുട്ടാണ് ഷോ ലേബിൾ. ഓക്കെ, സോ നമുക്കതെടുക്കാം, ഈ ഡിവിൻ്റെ ആവശ്യമില്ല ഇനി. ഓക്കെ, എന്നിട്ട് നമുക്കത് ഇവിടെ ഇടാം. ഓക്കെ, ചെക്ക്ഡ് തൽക്കാലം ട്രൂ കൊടുക്കാം, അത് നമുക്ക് റിഡക്സിന് എടുക്കാനുള്ളതാണ്. സോ ഓൺ ചേഞ്ച് വിളിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ഹാൻഡിൽ ഷോ ലേബിൾ എഴുതാം. സോ ഇതിനകത്താണ് നമ്മൾ റിഡക്സിൻ്റെ ആക്ഷൻ ഡിസ്പാച്ച് ചെയ്യുന്ന കോഡ് എഴുതുന്നത്. സോ തൽക്കാലം ഇതിപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. കോഡ് ഇപ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഷോ ലേബിൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ സ്ഥിരം ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഓക്കെ ഇത് ട്രൂ ആയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്തത് ഈ കോണ്ടെക്സ്റ്റിൽ ഷോ ലേബിൾ പാസ് ചെയ്തിട്ട് സോ അത് ആ കോണ്ടെക്സ്റ്റ് ഇവിടെ റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷോ ലേബിൾ വേണമെന്ന് തീരുമാനിച്ചിരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനിയിപ്പോൾ ആ കോണ്ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ആവശ്യമില്ലാത്ത കോഡൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിഡക്സിൻ്റെ സ്റ്റോറിനകത്ത് ഒരു സ്റ്റേറ്റും കൂടി ഇടണം. സോ അതാണ് നമ്മളുടെ ഈ ഷോ ലേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റും കൂടി ഇടണം. അത് ട്രൂ ആണെങ്കിൽ നമ്മൾ എല്ലാ ലേബിളും കാണിക്കണം, ഫോൾസ് ആണെങ്കിൽ ഒന്നും കാണിക്കരുത്. സോ അതാണ് നമ്മുടെ ഐഡിയ. സോ അതിന് നമ്മളൊരു സ്റ്റേറ്റും കൂടി ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഷോ ലേബിൾ എന്ന് കൊടുക്കാം, അത് ഡീഫോൾട്ടായിട്ട് ട്രൂ ആയിക്കോട്ടെ. സോ എന്നിട്ട് നമുക്ക് അതിനൊരു ആക്ഷൻ ഡിഫൈൻ ചെയ്യണം. അതായത് ഷോ ലേബിൾ ട്രൂ ഓർ ഫോൾസോ മാറ്റാനുള്ളൊരു ആക്ഷൻ ഡിഫൈൻ ചെയ്യണം. സോ ആക്ഷൻ്റെ പേര് നമുക്ക് ആക്ഷൻ്റെ പേര് ഷോ ലേബിൾ തന്നെ കൊടുക്കാം. സോ ഈ ഒരു ആക്ഷൻ വന്നാലാണ് നമ്മൾ ഷോ ലേബിൾ ട്രൂ ഫോൾസോ മാറ്റുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ആക്ഷൻ വരുമ്പോൾ നമുക്ക് പുതിയ സ്റ്റേറ്റ് റിട്ടേൺ ചെയ്യാം. സോ അതിനകത്ത് എല്ലാ പഴയ സ്റ്റേറ്റും ഉണ്ടാവണം നേരത്തെ പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് പുതിയ ഈ ഷോ ലേബിളിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ അവൻ ആക്ഷനിൽ തരും, ആക്ഷൻ്റെ പേലോഡായിട്ട് അവൻ നമുക്ക് പാസ് ചെയ്ത് തരും. ഓക്കെ, സോ ആക്ഷൻ ഡോട്ട് പേലോഡ്. ഓക്കെ, സോ അത് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ പേലോഡിനനുസരിച്ചിട്ട് ഷോ ലേബിൾ ട്രൂ ഫോൾസ് ആവും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്റ്റോറിനകത്ത് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട്, ഒന്ന് ഈ സ്റ്റോർ റീഡ് ചെയ്യണം. ഓക്കെ, റീഡ് ചെയ്തിട്ട് ഇവിടെ ട്രൂ ആണോ ഫോൾസോ കാണിക്കണം. പിന്നെ രണ്ടാമത് അത് ട്രൂ ആണെങ്കിൽ ഇവിടെ ലേബിൾ കാണിക്കണം, ഫോൾസ് ആണെങ്കിൽ ആ ലേബിൾ കാണിക്കരുത്. സോ ഇതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമുക്ക് ഡിസ്പാച്ച് ചെയ്യണം. ഡിസ്പാച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സിൽ ഈ ഷോ ലേബിൾ ഫോൾസ് ആകുമ്പോൾ അത് റിഡക്സ് സ്റ്റോറിൽ പോയിട്ട് മാറണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റോറിൽ നിന്ന് റീഡ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ലേബിളിനകത്തോട്ട് പോവാം.
സോ നേരത്തെ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് എന്നായിരുന്നു റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇനി കോണ്ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അതൊക്കെ നമ്മൾ എടുത്ത് കളയാണ് ആ കോഡൊക്കെ. ഇനി നമുക്ക് വാല്യൂ എടുക്കേണ്ടത് ആ സ്റ്റോറിൽ നിന്നാണ്, ആ റിഡക്സ് സ്റ്റോറിൽ നിന്നാണ്. സോ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ യൂസ് സെലക്ടർ എന്ന് പറഞ്ഞ ഹുക്കുണ്ട് ഫ്രം റിയാക്ട് റിഡക്സ്. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂ നമുക്ക് അതിൽ നിന്ന് റീഡ് ചെയ്യാം. കോൺസ്റ്റ് വാൽ ഈസ് ഈക്വൽ ടു യൂസ് സെലക്ടർ. അതിനകത്ത് നമ്മൾ ഫംഗ്ഷൻ കൊടുക്കണം. ആ ഫംഗ്ഷനകത്ത് ഫുൾ സ്റ്റേറ്റ് വരും. എന്നിട്ട് എന്താ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഡോട്ട് ഷോ ലേബിൾ. ഓക്കെ, സോ ഈ സ്റ്റേറ്റ് ഡോട്ട് ഷോ ലേബിളാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. സോ ഈ വാല്യൂവിനകത്ത് അതിൽ ട്രൂ ആണെങ്കിൽ ഈ ലേബിൾ കാണിക്കും, ഈ വാല്യൂ ഫോൾസ് ആണെങ്കിൽ ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്താ റിട്ടേൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ട്രൂ ആണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ സ്റ്റോറിനകത്ത് ഇവിടെ വാല്യൂ ട്രൂ ആയിട്ട് ഡീഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ലേബിളെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളത് ഫോൾസ് ആക്കിയാലോ? ലേബിളെല്ലാം പോയി. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, നമ്മളുടെ സെറ്റിങ്സ് മാറുമ്പോഴാണത് മാറേണ്ടത്. ഓക്കെ, ഇനി ഈ സെറ്റിങ്സിനകത്ത് നമുക്ക് ഈ സെയിം കോഡ് തന്നെ ഉപയോഗിക്കാം. അതായത് ഈ ലേബിളിനകത്ത് ഉപയോഗിച്ച ഈ യൂസ് സെലക്ടർ നമുക്ക് ഈ സെറ്റിങ്സിനകത്ത് ഉപയോഗിക്കാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് റീഡ് ചെയ്യാം. ഇതുപോലെ തന്നെ. ഓക്കെ, എന്നിട്ട് ചെക്ക് ഡിസിക്കൽ ടു ആ വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ റിഡക്സിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ അത് ചെക്ക്ഡ് കാണിക്കും, അല്ലെങ്കിൽ അത് അൺചെക്ക്ഡ് കാണിക്കും. ഓക്കെ, സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെറ്റിങ്സിലൂടെ ചെക്ക്ഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റോറിനകത്ത് നമ്മളിത് ഫോൾസ് ആണെങ്കിലോ ലേബിളൊന്നും കാണിക്കുന്നില്ല, സെറ്റിങ്സിനകത്ത് ചെക്ക്ഡും കാണിക്കുന്നില്ല. ഓക്കെ, സോ ഇനി ഒരു കാര്യം കൂടി ചെയ്യാണ്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യണ സമയത്ത് റിഡക്സിലെ സ്റ്റോറിൻ്റെ വാല്യൂ മാറണം. ഇത് ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഷോ ലേബിൾ എന്ന് പറഞ്ഞ ആക്ഷൻ ഡിസ്പാച്ച് ചെയ്യണം. ഓക്കെ, സോ അതും കൂടി നമുക്ക് ചെയ്യാം. സോ ഈ ഹാൻഡിൽ ഷോ ലേബിളിലാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ടിനകത്ത് നമ്മൾ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടിനകത്ത് ഓൺ ചേഞ്ചിനകത്ത് അത് ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൾ ബാക്ക് എഴുതിയിട്ടുണ്ട്. സോ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് ഇവിടെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ചെക്ക്ഡ് എന്നൊരു ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുകയാണോ അല്ലയോ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡിസ്പാച്ച് ചെയ്യണം. ഇത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിഡക്സ് ടൂൾ അപ്ഡേറ്റ് ചെയ്യും. സോ അതിന് നമ്മൾ യൂസ് ഡിസ്പാച്ച് വിളിക്കുകയാണ്. കോൺസ്റ്റ് ഡിസ്പാച്ച് ഇസ് ഈക്വൽ ടു യൂസ് ഡിസ്പാച്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഡിസ്പാച്ച് വിളിക്കുകയാണ്. ഓക്കെ, ഡിസ്പാച്ച്, അതിനകത്ത് ആക്ഷൻ കൊടുക്കണം. ആക്ഷൻ്റെ ടൈപ്പ് നമ്മൾ സ്റ്റോറിൽ കൊടുത്ത അതേ ടൈപ്പാണ് വേണ്ടത്. ഷോ ലേബിൾ. പേലോഡും കൊടുക്കണം. കാരണം ഈ കൊടുക്കുന്ന പേലോഡാണ് നമ്മളിവിടെ ഷോ ലേബിളിന് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പേലോഡ് ഈ ചെക്ക് ബോക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, സോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇത് ചെക്ക് ചെയ്തു, അപ്പോൾ ഇവിടെ ലേബിൾസ് ഇല്ലാണ്ട് ഇതാണ് ചെക്ക് ചെയ്തു. സോ ലേബിൾസ് ഒന്നുമില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റും കൂടി ആഡ് ചെയ്തപ്പോൾ നമ്മുടെ റെഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ കുറച്ച് വലുതായിരിക്കുകയാണ്. സോ ഗ്ലോബലായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെഡ്യൂസർ ഇങ്ങനെ വലുതായി വരും. സോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ ഫംഗ്ഷനാണ് ഈ റെഡ്യൂസറിൻ്റെ. ഓക്കെ, സോ നമുക്ക് എന്താണ് ആവശ്യം? നമുക്ക് ഈ റെഡ്യൂസറുകളെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഫംഗ്ഷനിലേക്ക് ആക്കണം. സോ അതിന് റിഡക്സ് തരുന്ന ഒരു യൂട്ടിലിറ്റിയാണ് കമ്പൈൻ റെഡ്യൂസേഴ്സ്. സോ കമ്പൈൻ റെഡ്യൂസേഴ്സിൻ്റെ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. സോ അതായത് ഒരു സ്റ്റേറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡൊക്കെ ഒരു ഫംഗ്ഷനിലോട്ട് മാറ്റി എഴുതാം. സോ അതായത് നമുക്കിവിടെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, വാല്യൂ ഉണ്ട്, ഷോ ലേബിൾ ഉണ്ട്. സോ വാല്യൂവിനെ ബാധിച്ചിട്ടുള്ള ആക്ഷനുകൾ, അതായത് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഇതൊരു ഫംഗ്ഷനിലായിട്ട് എഴുതാം. ഷോ ലേബിളിനെ ബാധിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഇത് നമുക്ക് വേറെ ഫംഗ്ഷനിലോട്ട് എഴുതാം. ഓക്കെ, സോ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ആദ്യം നമുക്ക് കമ്പൈൻ റെഡ്യൂസർ ഇല്ലാതെ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഈ കമ്പൈൻ റെഡ്യൂസർ ഉപയോഗിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ വാല്യൂവിൻ്റെ റെഡ്യൂസർ മാത്രം വേറെ ഫംഗ്ഷനിൽ എഴുതാം. ഓക്കെ, സോ അതിനെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വാല്യൂ റെഡ്യൂസർ ആർഗ്യുമെൻ്റ് ഒക്കെ ഇതേപോലെ തന്നെ. ഓക്കെ, സോ പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന ഫുൾ ഒബ്ജക്റ്റ് വരില്ല. ഇതിനകത്ത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് മാത്രമേ വരത്തുള്ളൂ. സോ ഈ കേസിനകത്ത് ഇൻറ്റിജറാണ് വരുന്നത്. സോ ഇതിനകത്ത് ഇൻറ്റിജർ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, സോ ഇത് ഡീഫോൾട്ട് ഇനീഷ്യൽ സ്റ്റേറ്റ് നമുക്ക് 0 ആക്കി വയ്ക്കാം.
എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്വിച്ച് കേസ് അതിനകത്ത് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്ത് ഫുൾ ഒബ്ജക്റ്റ് അല്ല വരുന്നത്. നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐറ്റം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് മൊത്തം മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമുക്കിവിടെ പ്രീവിയസ് സ്റ്റേറ്റ് +1. ഓക്കെ, അങ്ങനെ എഴുതാം. ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് സ്റ്റേറ്റ് -1. ഓക്കെ, ഡീഫോൾട്ട് ആണെങ്കിൽ അതുപോലെ തന്നെ പഴയ സ്റ്റേറ്റ് തന്നെ റിട്ടേൺ ചെയ്യും. സോ അതുപോലെ തന്നെ നമുക്കിനി ലേബൽ റെഡ്യൂസർ എഴുതാം. ഷോ ലേബൽ റെഡ്യൂസർ എഴുതാം. ഈ സ്വിച്ച് കേസ് ഇവിടെ കോപ്പി ചെയ്യാം. സോ ഇവിടെ കേസ് ഷോ ലേബിളാണെങ്കിൽ നമ്മളതിൻ്റെ പേലോഡ് റിട്ടേൺ ചെയ്താൽ മതി. അതിൻ്റെ പേലോഡ് എന്താ വരുന്നത് അതാണല്ലോ അതിൻ്റെ വാല്യൂ, action.payload. ഓക്കെ, സോ ഇതിൻ്റെ ആവശ്യമില്ല. സോ നമ്മൾ ഇതിൽ ഈ ഒരു സ്റ്റേറ്റ് ഈ ഒരു റെഡ്യൂസറിലോട്ട് മാറ്റി, ഈ ഒരു സ്റ്റേറ്റ് ഈ രണ്ടാമത്തെ റെഡ്യൂസറിലോട്ട് മാറ്റി. പക്ഷേ നമുക്ക് എന്താണ്, നമ്മൾ ഈ പറയുന്ന സ്റ്റോറിലോട്ട് കൊടുക്കുന്നത് ഒരൊറ്റ റെഡ്യൂസറേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതിന് രണ്ടിനും കൂടി കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് റെഡ്യൂസറിനകത്ത് തന്നെ ഓക്കെ ഇത് രണ്ടും കോൾ ചെയ്യാം. സോ ആപ്പ് റെഡ്യൂസർ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ആപ്പ് റെഡ്യൂസർ ഈ സ്റ്റോറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊന്നും അവൻ അറിയേണ്ട ആവശ്യമില്ല. അവന് കിട്ടേണ്ടത് ഈ ഒബ്ജക്റ്റ് തന്നെയാണ് സ്റ്റേറ്റ് ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, സോ ആപ്പ് റെഡ്യൂസർ റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ ഒരു ഒബ്ജക്റ്റ് തന്നെയാണ്. സോ അതിനകത്ത് രണ്ട് വാല്യൂ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വാല്യൂവിന് ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ ആയിരിക്കും ഇതിൻ്റെ വാല്യൂ വരിക. ഓക്കെ, സോ നമുക്ക് വാല്യൂ റെഡ്യൂസർ അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഈ ഇൻപുട്ടായിട്ട് വരുന്ന പ്രീവിയസ് സ്റ്റേറ്റ് ആക്ഷൻ തന്നെയാണ്, ഈ ആർഗ്യുമെൻറ്റ് തന്നെയാണ്. സോ നമുക്കതിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അടുത്ത ആർഗ്യുമെൻറ്റ് ഷോ ലേബിളാണ്. അത് ഇതിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, പ്രീവിയസ് സ്റ്റേറ്റ് ആക്ഷൻ. ഓക്കെ, സോ ആപ്പ് റെഡ്യൂസർ തന്നെയാണ് നമ്മളുടെ കോമൺ ആയിട്ട് സ്റ്റോർ മനസ്സിലാക്കുന്ന റെഡ്യൂസർ. അതെപ്പോൾ വിളിച്ചാലും ഈ ഒരു ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു റെഡ്യൂസർ റിട്ടേൺ ചെയ്യുമ്പോൾ, അതായത് കൗണ്ടർ ആണെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ, ഡിക്രിമെൻറ്റ് ആണെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ വരിക. ഷോ ലേബിളാണെങ്കിൽ നമ്മൾ പേലോഡിനകത്ത് ട്രൂ ആണോ ഫോൾസ് ആണോ ആക്കിയത് അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ എന്നിട്ട് ഈ ഒബ്ജക്റ്റാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തപ്പോൾ എന്ത് പറ്റി, നമ്മുടെ റെഡ്യൂസറുകൾ നമ്മൾ രണ്ട് ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി കൂടുതൽ കൂടുതൽ സ്റ്റേറ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്കത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. സോ ഇവിടെ ഷോ ലേബിളിൻ്റെ ഡിഫോൾട്ട് വേരിയബിൾ ഫോൾസ് ആണ്. അവിടെ ഇതിൽ ട്രൂവും ഫോൾസും ആണ് എടുക്കുന്നത്. സോ നമ്മളിൻ്റെ ഡിഫോൾട്ട് നമ്മൾ ട്രൂ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡിഫോൾട്ട് ട്രൂ കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കാം. സോ നമുക്കിവിടെ ചെറിയൊരു കാര്യം കൊണ്ട് ചെയ്യാറുണ്ട്. ഈ സ്റ്റേറ്റ് ഫുള്ളായിട്ട് ഇവിടെ പാസ് ചെയ്യേണ്ട. ഓക്കെ, നമ്മൾ വാല്യൂ വരുമ്പോൾ ഈ വാല്യൂ റെഡ്യൂസറിനകത്ത് ഇതിൻ്റെ വാല്യൂ മാത്രം പാസ് ചെയ്താൽ മതി. അതേപോലെ ഷോ ലേബിൾ ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് ഡോട്ട് ഷോ ലേബിൾ പാസ് ചെയ്താൽ മതി. ഓക്കെ, സോ അത്രയും കൂടി ചെയ്യണം. സോ നമ്മൾ ഈ കറസ്പോണ്ടിങ് ഈ വാല്യൂ റെഡ്യൂസർ വിളിക്കുമ്പോൾ നമ്മൾ ഈ കറസ്പോണ്ടിങ് ഒരു വാല്യൂ മാത്രമേ നമ്മൾ പാസ് ചെയ്യുന്നുള്ളൂ. ഷോ ലേബിൾ വാല്യൂ ആണെങ്കിൽ വാല്യൂ, ഷോ ലേബിൾ ആണെങ്കിൽ ഷോ ലേബിൾ. സോ അതും കൂടി നമ്മളിവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം. സെറ്റിങ്സ് എടുക്കുക, ഷോ ലേബിൾ എടുത്ത് കളഞ്ഞാൽ ഷോ ലേബിളൊക്കെ പോയി. ഷോ ലേബിൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഷോ ലേബിൾ എനേബിളായി. യൂസേജിനകത്ത് കൗണ്ടർ, ഇൻക്രിമെൻറ്റ്, ഡീക്രിമെൻറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ എഴുതിയ ഈ ഫംഗ്ഷനെയാണ് റെഡ്യൂസർ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുക. ഓക്കെ, സോ നമ്മളായിട്ട് എഴുതുമ്പോൾ കുറച്ച് കോഡ് എഴുതണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കറക്റ്റ് വാല്യൂ ഒക്കെ എടുത്ത് പാസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്ട്. സോ അതൊക്കെ ചെയ്തു തരുന്നൊരു സിമ്പിളായിട്ടൊരു ഫംഗ്ഷനാണ് കമ്പൈൻ റെഡ്യൂസേഴ്സ്. സോ അത് ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എഴുതുന്നതിൻ്റെ പകരം നമുക്ക് കമ്പൈൻ റെഡ്യൂസേഴ്സ് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് എഴുതാൻ. ഓക്കെ, സോ അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. സോ ആദ്യം നമുക്ക് കമ്പൈൻ റെഡ്യൂസേഴ്സ് ഇമ്പോർട്ട് ചെയ്യാം. കമ്പൈൻ റെഡ്യൂസർ എന്ന് പറയുന്നതൊരു ഫംഗ്ഷനാണ്. അത് റിട്ടേൺ ചെയ്യുന്നതും ഒരു റെഡ്യൂസറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൻ്റെ പകരം നമ്മളിത് കമൻറ്റ് ചെയ്യാം. നമ്മൾ കമ്പൈൻ റെഡ്യൂസർ വിളിക്കാം. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് തരുന്നത് ഒരു ഫംഗ്ഷനാണ്. അതാണ് നമ്മുടെ റെഡ്യൂസർ, അതാണ് നമ്മുടെ ആപ്പ് റെഡ്യൂസർ. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയാണ് കമ്പൈൻ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഈ ഒബ്ജക്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. എന്താ വേണ്ടത്, വാല്യൂ. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യേണ്ട ഏത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അത് ഇൻറ്റേർണലി കമ്പൈൻ റെഡ്യൂസർ കോൾ ചെയ്തോളും. ഓക്കെ, വാല്യൂ റെഡ്യൂസർ ഷോ ലേബിൾ റെഡ്യൂസർ. സോ പക്ഷേ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതേപോലെ എല്ലാത്തിനും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ഫംഗ്ഷനും ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതേപോലെ ഇവിടെ കൊടുത്താൽ മതിയാവും ഈ കമ്പൈൻ റെഡ്യൂസർ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലേബിളൊക്കെ കാണിക്കുന്നുണ്ട്. സെറ്റിങ്സ് ലേബിൾ അൺചെക്ക് ചെയ്തു, ലേബിളെല്ലാം പോയി.
കൗണ്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് റെഡ്യൂസറുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയ ഫീച്ചർ ഉണ്ട്. അതായത് കീനും വാല്യൂനും ഒരേ പേരാണെങ്കിൽ ഇങ്ങനെ രണ്ടും എഴുതേണ്ട ഒരെണ്ണം എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ വാല്യൂ റെഡ്യൂസറിന് നമ്മൾ ജസ്റ്റ് വാല്യൂ എന്ന് കൊടുക്കാം, ഷോ ലേബിൾ റെഡ്യൂസറിന് ജസ്റ്റ് ഷോ ലേബിൾ എന്ന് കൊടുക്കാം. ഇവിടെ വാല്യൂ റെഡ്യൂസറിന് പകരം നമുക്ക് വേണമെങ്കിൽ വാല്യൂ എന്ന് എഴുതാം, ഷോ ലേബിൾ റെഡ്യൂസറിന് പകരം ഷോ ലേബിൾ എന്ന് എഴുതാം. അപ്പോൾ കീയും വാല്യൂയും ഒന്നാണെങ്കിൽ ഒറ്റ തവണ എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനൊരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ തരുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് കമ്പൈൻ റെഡ്യൂസർ എഴുതാം. ഓക്കെ, സോ അതാണ് ഒരു കമ്പൈൻ റെഡ്യൂസർ. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ആക്ഷൻ ക്രിയേറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ആക്ഷൻ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഡിസ്പാച്ചിനകത്ത് ആക്ഷൻ കൊടുക്കില്ലേ, ഓക്കെ, ഈ ആക്ഷൻ വേറെ ഫംഗ്ഷനിലോട്ട് മാറ്റി എഴുതുക. സോ അത്രയേ ഉള്ളൂ ഈ ആക്ഷൻ ക്രിയേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫംഗ്ഷൻ എഴുതുന്നത് നമ്മൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറില്ല, ആ ഫോൾഡറിലോ ആ ഫയലിലോ എവിടെയായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ. സോ അതാണ് ഈ ആക്ഷൻ ക്രിയേറ്ററിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റിൻ്റെ ആക്ഷൻ ക്രിയേറ്റേഴ്സ് എഴുതാം. സോ നമുക്ക് ഈ സ്റ്റോറിൽ തന്നെ എഴുതാം. സോ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് തന്നെ പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഇൻക്രിമെൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്, അത് ഈ ഒരു ആക്ഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിക്രിമെൻറ്റും അത് റിട്ടേൺ ചെയ്യേണ്ടത് ഈ ഡിക്രിമെൻറ്റിൻ്റെ ഈ ആക്ഷനാണ്. ഇത് രണ്ടും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ആക്ഷൻ്റെ പകരം നമുക്ക് ആ ആക്ഷൻ ക്രിയേറ്റർ ഫംഗ്ഷൻ വിളിക്കാം. സോ അത് ഇമ്പോർട്ട് ചെയ്യാം ആദ്യം. ഓക്കെ, സോ ഈ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിക്രിമെൻറ്റിൻ്റെ ആക്ഷൻ കിട്ടും. ഓക്കെ, സോ ഈ ആക്ഷൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻക്രിമെൻ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കും, ഇവിടെ ഡിക്രിമെൻ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കും. ഓക്കെ, സോ ഇത് എഴുതിയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്സ് ഒക്കെ ഇല്ല, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഇങ്ങനെ എഴുതുന്ന ടൈപ്പുകളൊന്നും നമുക്ക് അക്ഷരത്തെറ്റുകളോ അങ്ങനെ ഒന്നും വരത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോ നമുക്കിത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇൻക്രിമെൻ്റ് അടിച്ച് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്, ഡിക്രിമെൻ്റ് അടിച്ച് ഡിക്രിമെൻ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സെറ്റിങ്സിൻ്റെ ഈ ഒരു ആക്ഷൻ ക്രിയേറ്ററും കൂടി ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതിനകത്ത് ഒരു പേലോഡും കൂടി ഉണ്ട്. ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റിനകത്ത് പേലോഡ് ഉണ്ടായിരുന്നില്ല, ഇതിനകത്ത് പേലോഡും കൂടി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിനൊരു ആക്ഷൻ ക്രിയേറ്റർ ഉണ്ടാക്കാം. സോ അതിന് നമുക്ക് പേര് സെറ്റ് ഷോ ലേബിൾ എന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് പേലോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനൊരു ആർഗ്യുമെൻ്റ് എടുക്കാം, പേലോഡ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാം. സോ നമ്മളിത് ഇവിടെ റിട്ടേൺ ചെയ്തു. ഓക്കെ, സോ ഇവിടെ പേലോഡിൽ നമ്മൾ പാസ് ചെയ്ത വാല്യൂ ആയിരിക്കും പേലോഡിൽ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മളിതും കൂടി എക്സ്പോർട്ട് ചെയ്യാം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒബ്ജക്റ്റിലൂടെ ഉപയോഗിക്കുന്നതിൻ്റെ പകരം നമുക്ക് ആ ഫംഗ്ഷൻ വിളിക്കാം. എന്നിട്ട് ആ ഫംഗ്ഷൻ വിളിച്ചിട്ട് നമുക്ക് ഈ ചെക്ക് ബോക്സ് വാല്യൂ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും, ആർഗ്യുമെൻ്റ് ആയിട്ട് ആ ട്രൂ ഓർ ഫോൾസ് അവിടെ ഉണ്ടാവും. അത് നമ്മൾ പേലോഡിലിട്ടിട്ട് ആ ഒബ്ജക്റ്റാണ് നമുക്കിവിടെ തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കിത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പോൾ അവിടെ ലേബിൾസ് ഉണ്ട്, ലേബിൾസ് ഷോ ലേബിൾസ് ഓഫ് ചെയ്തപ്പോൾ ലേബിൾസ് പോയി. സോ ഇങ്ങനെ നമ്മുടെ ആക്ഷൻസ് മൊത്തം വേറെ ഫയലിലോട്ട് മാറ്റി എഴുതുന്നതിനാണ് ആക്ഷൻ ക്രിയേറ്റേഴ്സ് എന്ന് പറയുക. സോ ഈ ഒരു മോഡൽ മനസ്സിലാക്കുന്നത് നമ്മുടെ റിഡക്സ് ടൂൾ കിറ്റൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ നമുക്ക് വളരെ സഹായകരമായിരിക്കും. സോ അതാണ് ബേസിക്കലി കമ്പൈൻ റെഡ്യൂസേഴ്സും ആക്ഷൻ ക്രിയേറ്റേഴ്സും. ഓക്കെ, സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.